ഇപ്പൊ നമ്മുടെ സിയും മറ്റ് സ്റ്റുഡൻസിനെല്ലാം കോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവരെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തീരുമാനിക്കും. അങ്ങനെ ആ പ്ലാനിൽ പോലീസ് അവർ വിളിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ ഗു ബൈക്കായിട്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇവർ പോകുന്ന കാർ കണ്ട ഉടനെ നമ്മുടെ ഗുവും അവനും ഓപ്പോസിറ്റ് റൂട്ടിൽ കൂടെ അവരെ ഫോളോ ചെയ്ത് ബൈക്കിൽ പോകും. അപ്പോഴാണ് ആ പോലീസുകാർ പോകുന്ന റൂട്ടിനകത്ത് ഫ്രണ്ട് മൊത്തം ഇങ്ങനെ കല്ലടിച്ചേക്കും. ഇത് കണ്ടോടെ പോലീസുകാർ പെട്ടെന്ന് വണ്ടി നിർത്തി ആ കല്ലെടുത്ത് മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങും. അങ്ങനെ അതേ സമയത്താണ് പോലീസിലെത്തോണ്ട് നമ്മുടെ സിയും ബാക്കി കിട്ടിയിരിക്കുന്ന അവളുടെ കൈ ബെൻഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ആ കയറൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഇത് കണ്ട് അവന്മാരുടെ ഷോക്കായിരിക്കുമ്പോഴാണ് പുറത്ത് പോലീസിന് ഡൗട്ട് അടിച്ചിട്ട് ഈ സ്റ്റുഡൻസ് ഇരിക്കുന്ന ആ കാറിന്റെ അടുത്തേക്ക് വരും. അപ്പോഴേക്ക് നമ്മുടെ സി അവളുടെ കെട്ടെല്ലാം അയച്ചു കാണും. ഇത് കണ്ടിട്ട് ആ പോലീസും എടാ നിങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ, എസ്കേപ്പ് ആവാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് അയാൾ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തന്റെ കൈ അഴിച്ചേക്ക് കാണുന്നത്. ഇത് കണ്ടതോടെ പോലീസും എല്ലാരും അടുത്തേക്ക് വരാൻ പറഞ്ഞോടെ നമ്മുടെ സി സ്റ്റുഡൻസ് എല്ലാം ചാടിപ്പോയി ആ പോലീസിനെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിക്ക് മാത്രമേ ഷൂട്ട് അറിയത്തുള്ളൂ. ബാക്കിയുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവന്മാര് കഷ്ടപ്പെട്ട് അടിയുണ്ടാക്കി ആ പോലീസിന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവന്മാര് കണ്ണും കൊണ്ട് ഈ പാവപ്പെട്ട സ്റ്റുഡൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലും. അതേസമയം സിയും അവളെ കൊണ്ട് പറ്റുന്നത്രയും പേര് സഹായിച്ച് ആ പോലീസിനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലിന്നെ അവർ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ട് സിയും പേടിച്ച് പെട്ടെന്ന് അവൻ അടുത്തേക്ക് വലിച്ചിട്ട് എടാ ലിൻ നീ പേടിക്കണ്ട, നമുക്ക് പെട്ടെന്ന് ആശുപത്രി പോകാം, നിന്റെ ജീവൻ ഒന്നും പറ്റത്തില്ല എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും സി എനിക്കറിയാം ഞാൻ മരിക്കാൻ പോവാ, നിന്നെ കൊണ്ട് എന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല, പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എനിക്കൊരു സത്യം ചെയ്യാവോ, ഞാനും എന്റെ കൂട്ടുകാരന്മാരെല്ലാം മരിച്ചത് വെറുതെ ആവല്ലേ. 21 ട്രീറ്റ് എന്ന് പറഞ്ഞ റൂൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഞങ്ങൾ അതിനെ എതിർത്ത്. ഒരുപക്ഷെ ആ റൂൾ നമ്മുടെ നാട്ടിൽ വന്ന പിന്നെ നമ്മൾ ജപ്പാൻകാർക്ക് അടിമയായിരിക്കും. അതുകൊണ്ട് സി നീ ആ 21 ട്രീറ്റ് ഇല്ലാതാക്കണമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യും, എപ്പോഴും നമ്മുടെ നാട് ഫ്രീഡം ആയിട്ടിരിക്കണം എന്നിന് അവനും സിയുടെ നിന്ന് വാക്ക് വാങ്ങിച്ചോണ്ട് മരിച്ചുവും. ഇത് കണ്ടോടെ നമ്മുടെ സി ഫുൾ ഇമോഷണലായി അവൻ മരിച്ച് ഷോക്കി അങ്ങനെ ഇരുന്നോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം പോലീസുകാരെല്ലാം നമ്മുടെ സിയെ നോക്കി ഇരുന്നുണ്ട് ഗു മാസമായിട്ട് അവിടെ നിന്ന് അവിടെ ഇരിക്കുന്ന എല്ലാ പോലീസിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് അവനും സിയുടെ അടുത്തേക്ക് വന്നിട്ട് സി നീ ഒന്നും വിഷമിക്കണ്ട, നിന്നെ കൊണ്ട് പറ്റുന്നത്രയും ബെസ്റ്റ് നീ ചെയ്തിട്ടുണ്ട് എന്നിന് അവളെ സമാനപ്പെടുത്താൻ നോക്കും. പക്ഷെ അവളുടെ കയ്യിൽ തന്നെ ഒരു കൂട്ടുകാരൻ മരിച്ചു പോയാലും വെച്ച് നമ്മുടെ സി ഒരു റിയാക്ഷൻ ഇല്ലാതെ ഷോക്കായി നിൽക്കും. ഇത് കണ്ട് അവന് ഫീലായി നമ്മുടെ സിയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അച്ഛനും എടാ ഗു എത്ര ധൈര്യം നീ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടോളാം എന്നിന് അച്ഛന് വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ അവളെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകും. അതേസമയം അച്ഛനും അവനോടുള്ള ദേഷ്യം തീർത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അച്ഛാ ഇനിയിപ്പോ ഞാൻ നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അച്ഛനും അഗു ഇനി നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നീ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോയേക്ക്, നിന്റെ കൂട്ടുകാരെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടായിക്കോളാം, നീ ഒന്നും പേടിക്കണ്ട എന്നിന് അച്ഛൻ അവനെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞേക്കും. അതേസമയം നമ്മുടെ ഗുവിന് വാക്ക് കൊടുത്ത പോലെ സിയെ കൊണ്ട് അവളുടെ വീട്ടിലാക്കും. അങ്ങനെ നമ്മുടെ സിയും വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ എല്ലാം മരിച്ചു പോകുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും, ആ 21 ട്രീറ്റ് എങ്ങനെയൊക്കെ ഒഴിവാക്കണമെന്ന്. ഇതൊക്കെ അവള് രാത്രി ഫുൾ ഉറങ്ങാതെ വീണ്ടും ആലോചിച്ച് അടുത്ത ദിവസം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചുകൊണ്ടുപോയി വീണ്ടും ഒരു സ്ട്രൈക്ക് നടത്തും. അപ്പോഴാണ് ഇത് കണ്ട് പോലീസ് എല്ലാം തടയാൻ വേണ്ടി അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവര് നമ്മുടെ സിയെ കണ്ട് ദാ നോക്ക്, ഇനി നിങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നു വന്നാ നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണോന്ന് പോലും ഞാൻ നോക്കത്തില്ല, വെടിവെച്ചാൻ കൊല്ലും എന്നിന് ആ പോലീസും ദയയില്ലാതെ പറയുമ്പോഴാണ് ഇത് കേട്ട് സിയും പേടിക്കാതെ അവൾ ആ ബോർഡും പിടിച്ചോണ്ട് ഫ്രണ്ടിലേക്ക് നടക്കുന്നത്. അപ്പോഴാണ് ഇത് കണ്ട് പോലീസും നിങ്ങൾ പറഞ്ഞ അടങ്ങത്തില്ലെന്നാ തോന്നുന്നത്, ഓക്കെ ഗാർഡ്സ് ഇവരൊക്കെ പിടിച്ച് ജയിലിൽ അടക്കി എന്നിന് അവിടെ വന്ന എല്ലാ സ്റ്റുഡൻസിനെയും നമ്മുടെ സിയും പിടിച്ച് ജയിലിലാക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഈ കാര്യമൊക്കെ അറിഞ്ഞ് നമ്മുടെ സിയുടെ അച്ഛനും കുറെ പൈസയൊക്കെ ആ പോലീസിന് കൊടുത്ത് എങ്ങനെയൊക്കെ നമ്മുടെ സിയെ റിലീസ് ചെയ്യും. എന്നിട്ട് സമാധാനമായിട്ട് അവൾ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം നമ്മുടെ അച്ഛനും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എടി നിന്റെ മോൾ എന്ത് വിചാരിച്ചേക്കുന്നത്, അവളുടെ ചേട്ടനെ പോലെ നാടിന് പുറകെ നടക്കുവാണല്ലോ, ഇനി നമുക്കുള്ളത് ഒരേ ഒരു മകളാ, നാടിന്റെ പുറകെ പോയിട്ട് ഒരുത്തം മരിച്ചത് ഇതുവരെ നമ്മൾ മറന്നിട്ടില്ല, ഇപ്പൊ അടുത്തെണ്ണം, ഇനി മേലെ അവള് പുറത്തേക്ക് പോവല്, അവളുടെ പഠിത്തം നിർത്തിയേക്ക്, വേണേ ഞാൻ ടീച്ചറിനെ വീട്ടിൽ വരുത്തിക്കാം എന്നിങ്ങനെ നമ്മുടെ സിയെ വീട്ടിൽ അടച്ചിടും. പക്ഷെ അതേസമയം നമ്മുടെ സി ഇതൊന്നും കേൾക്കാതെ അവളുടെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. അതായത് സ്വന്തം നാടിന് വേണ്ടി ജീവൻ കൊടുക്കാതെ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്തുവാ കാര്യമെന്ന് അവളുടെ ചേട്ടൻ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ അവൾ ഓർത്തു നോക്കി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ആരും അറിയാതെ തിരിച്ച് മിലിറ്ററി അക്കാഡമിയിലേക്ക് അങ്ങ് പോകും. പക്ഷെ അവിടെ ആരും കാണത്തില്ല, കാരണം ഇത് വെക്കേഷൻ ടൈമാണ്, എല്ലാവരും അവരുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ സി മാത്രം ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുമ്പോഴാണ് അതേസമയം പുറത്ത് ആ വഴി കൂടെ നടന്നു വന്ന നമ്മുടെ ഷെന്നും സിയുടെ റൂമിൽ ലൈറ്റ് എത്തുന്നുണ്ട്, അവനകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അവളെ കണ്ടിട്ട് അവനും സി എല്ലാരും വീട്ടിൽ പോയേക്കില്ല, നീ മാത്രം എന്താ ഇവിടെ ഒറ്റയ്ക്ക് റൂമിൽ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സിയും അതൊന്നുമില്ല ഷൻ, വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ വന്ന എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും എങ്കിൽ ശരി സി എന്തായാലും നീ ഇവിടെ ഒറ്റയ്ക്ക, നീ വേണം എന്റെ വീട്ടിൽ വരാത്തത്, ഇന്ന് സ്പ്രിംഗ് ഫെസ്റ്റിവൽ അല്ല, എന്റെ ഫാമിലി ആയിട്ട് നീ അത് സെലിബ്രേറ്റ് ചെയ്യും എന്നിന് അവനും വിളിക്കുമ്പം ഇത് കേട്ട അവളും ഷൻ നീ വിളിച്ചതിന് താങ്ക്സ്, പക്ഷെ വെറുതെ ഞാൻ കാരണം നീ ബുദ്ധിമുട്ടുന്നത്, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നിന് അവൾ പറയും. ഇത് കേട്ടവിടെ നമ്മുടെ ഷെന്നും സിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാൻ സാധിക്കാതെ അവൻ അവളുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് അവന് സന്തോഷത്തോടെ സി വെൽക്കം ബാക്ക്, നീ വന്നത് എനിക്ക് സന്തോഷം എന്നിന് അവളെ കണ്ടതോടെ മൊത്തത്തിൽ നമ്മുടെ ഷെന്നും ഫ്ലാറ്റ് ആയി പോകും. അതേസമയം ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കാണിക്കുവാണ്, അവർക്ക് ഫാമിലി ഉണ്ടെങ്കിലും അവരുടെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും ഇന്ന് ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാം അവരുടെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി, അതുകൊണ്ട് ഇന്ന് ഫുഡ് നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോ എന്നിന് അവർ
അവരും പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും പുറത്തു പോയാൽ പിന്നെ ഓട്ടം നിൽക്കുമല്ലോ, ഈ രാത്രി ഏതവനാ വരാൻ വന്ന്, എല്ലാരും ഫാമിലിയോടെ ആയിരിക്കും. എന്നിട്ട് അവളും പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ഓട്ടോ ഫ്രണ്ട് നിൽക്കുന്നത്. ഇത് കണ്ടോടെ അവളും ഷോക്കായി. എനിക്ക് വേണ്ടി ഒരേ ഒരു ഓട്ടയോ, ഞാൻ ലക്കിയാന്നാ തോന്നുന്നത്. എന്നിട്ട് അതീ കയറി നമ്മുടെ സൂപ്പർ സ്റ്റാറും അടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെന്നിറങ്ങും. അങ്ങനെ അവരും പൈസ കൊടുക്കാൻ വരുമ്പോഴാണ് ആ ഡ്രൈവറും മാഡം എനിക്ക് മുമ്പേ പൈസ തന്നല്ലേ, വീണ്ടും എന്തിനാ? എന്നിട്ട് അയാൾ സത്യം പറയുമ്പോഴാണ് ഇതികേട് സൂപ്പർ സ്റ്റാറും എന്തുവാ മുമ്പേ തന്നോ, ഞാൻ ഇപ്പോഴല്ലേ പൈസ എടുക്കുന്നത്? എന്നിട്ട് അവൾക്ക് ഡൗട്ട് അടിച്ചതോടെ ആ ഡ്രൈവർ ഒന്നും പറയാതെ പൈസ അങ്ങ് വാങ്ങിക്കും. അതിനുശേഷം നമ്മൾ സൂപ്പർ സ്റ്റാറും ആ ഹോട്ടലിന്റെ അകത്ത് കയറുമ്പോഴാണ് അവിടെയുള്ള സ്റ്റാഫ് അടുത്തേക്ക് വന്നിട്ട് മാഡം എന്താ വേണം? ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, നല്ല ചൂട് വടയുണ്ട്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും നിന്റെ ചൂട് വടയൊക്കെ എനിക്കറിയാം, ഇന്നലെ ഇട്ടല്ല, അതുകൊണ്ട് എനിക്ക് ഒരു കട്ടൻ കാപ്പി കൊണ്ടുപോവാ, അത്രേ ഉള്ളു. എന്നിട്ട് സൂപ്പർ സ്റ്റാർ ഇത് കേട്ട സ്റ്റാഫും എന്തുവാ മാഡം നിങ്ങളെ കാണാൻ റിച്ച് ആയിട്ടിരിക്കുന്ന, വെറും കാപ്പി മതിയെന്ന്, എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ, ഇവിടെ കുറെ ഫുഡ് ഉണ്ട്. എന്നിട്ട് അയാൾ ഓരോ ലിസ്റ്റ് എടുത്ത് പറയുമ്പോൾ ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ജോലി കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് ജ്യൂസ് മാത്രം കൊണ്ടോ, അത് മതി. എന്നിങ്ങനെ സൂപ്പർ സ്റ്റാറും പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ആ സ്റ്റാഫ് നമ്മൾ സൂപ്പർ സ്റ്റാർ പറയാത്ത കുറെ ഫുഡായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ആ ടേബിൾ ഫുള്ള് നിറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ സൂപ്പർ സ്റ്റാർ ഷോക്കായിട്ട് എടാ ഞാൻ എപ്പോഴാണ് ഇതൊക്കെ ഓർഡർ ചെയ്തത്, നിങ്ങൾ ആ ജ്യൂസ് എന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ. എന്നിന് സൂപ്പർ സ്റ്റാർ മനസ്സോടെ പറയുമ്പോഴാണ് ഇത് കേട്ടവരും മാഡം നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾക്ക് ഫാമിലിയെക്കാളും വലുത് ഞങ്ങളുടെ കസ്റ്റമറാ, അതുകൊണ്ട് 24 hours ഫെസ്റ്റിവൽ ആയാലും സുനാമി വന്നാലും ഞങ്ങളുടെ കട ഓപ്പൺ ആയിരിക്കും. പോരാത്തിന് ഈ ഫുഡെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുക. എന്തായാലും ഇന്ന് ആരും വരാൻ പോകുന്നില്ല, ഈ ഫുഡ് വേസ്റ്റ് ആകത്തേ ഉള്ളൂ. എന്നിന് അവരാ ഫുഡ് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട് സൂപ്പർ സ്റ്റാറും എനിക്കറിയാടാ പഴയ ഫുഡെല്ലാം തന്ന് തീർക്കാൻ നോക്കുവോ അല്ലേ. എന്നിന് അവൾ അതൊക്കെ സന്തോഷത്തോടെ കഴിച്ചോണ്ടിരിക്കും. അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാർ കഴിക്കുന്നതൊക്കെ ദൂരെ ഇരുന്ന് ഒരാൾ കണ്ടോണ്ടിരിക്കും. കാരണം ഓട്ടോറിക്ഷ തൊട്ട് ഈ ഫുഡ് പ്ലാൻ ചെയ്തെല്ലാം നമ്മുടെ ഷെന്നിന്റെ ചേട്ടനാണ്. ഇതാണ് യഥാർത്ഥത്തെ ലവ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ഒറ്റയ്ക്കാകാതിരിക്കാൻ വേണ്ടി ഷെന്നിന്റെ ചേട്ടൻ ചെയ്ത മാസ്റ്റർ പ്ലാൻ ആണിത്. അതേസമയം തന്നെ ഇപ്പൊ നമ്മുടെ ഗൂനെ കാണിക്കുവാണ്. അവനും വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സി ഇപ്പൊ എന്തോ ചെയ്യുക എന്നിന് അവളെ കുറിച്ച് മാത്രം ഓർത്തോണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സിയും നമ്മുടെ ഷെന്നിന്റെ കൂടെ ഡ്രിങ്ക്സ് അടിച്ചോണ്ട് ഗൂനെ വിചാരിച്ചോണ്ടിരിക്കും. കാരണം അവളറിയാതെ തന്നെ നമ്മുടെ ഗൂനെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഈ രാത്രിയോടെ വെക്കേഷനിൽ ഓവറായി, അടുത്ത ദിവസം മിലിറ്ററി സ്കൂൾ ഓപ്പൺ ആവും. അങ്ങനെ സോങ്ങിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി സി റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് സിയുടെ അടുത്ത് കൂടി ചെന്നിട്ട് സി മിലിറ്ററി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേറൊരു സ്ഥലത്തേക്ക് പോവാം, പെട്ടെന്നോ എൻ്റെ കൂടെ. എന്നിന് അവളെയും വിളിച്ചോണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോഴാണ് അവളും കൺഫ്യൂസ് എടാ എന്നെ വിളിച്ചോണ്ട് എവിടെ പോന്നറാ എന്നിന് അവനോട് ചോദിച്ചോണ്ടിങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ സോങ്ങും അവളെയും വിളിച്ചോണ്ട് സിയുടെ അനിയത്തി പഠിക്കുന്നെന്ന് പറഞ്ഞ ആ സ്കൂളിന്റെ ഫ്രണ്ട് ചെന്ന് നിർത്തും. എന്നിട്ട് അവനും അവിടെയുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചോണ്ടിരിക്കും സാർ ഇവന്റെ അനിയത്തി ഇവിടെ പഠിക്കുന്നത്, ഒരു സെക്കൻഡ് അവളെ ഒന്ന് പുറത്തു വരാൻ പറയാ, അവളുടെ പേര് സിയ. എന്നിന് അവനും ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ആ ലിസ്റ്റിലെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു വ്യക്തി ഈ സ്കൂളിൽ പഠിക്കുന്നില്ലെന്ന് പറയും. പക്ഷെ അതേസമയം നമ്മുടെ സി നമ്മുടെ സോങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോയി കാണും. അങ്ങനെ സോങ്ങും ആ വാച്ച്മാൻ പറയുന്നത് വിശ്വസിക്കാതെ എടോ സിയുടെ അനിയത്തി ഇവിടെ ഉണ്ടെന്ന് നല്ലോണം പോയി ചെക്ക് ചെയ്ത് നോക്ക് എന്നിന് അയാളായിട്ട് തർക്കിച്ചോണ്ടിരിക്കുമ്പോൾ കറക്റ്റ് അതേസമയം നമ്മുടെ ജാൻ അവിടേക്ക് വരും. കാരണം ജാൻ പഠിക്കുന്ന സ്കൂളാണിത്. എന്നിട്ട് അവൾ അടുത്തേക്ക് വന്നിട്ട് എടാ സോങ് നീ എന്തോ ഇവിടെ ചെയ്യുന്നത്, ഇതൊരു ഗേൾസ് സ്കൂളാ എന്നിന് അവൾ പറയും. അപ്പോഴാണ് അവനും ഗേൾസ് സ്കൂൾ എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ സിയുടെ അനിയത്തെ കാണാൻ വേണ്ടി വന്ന്, നീ അവളൊന്ന് പുറത്തുതരാൻ പറഞ്ഞ എന്നിങ്ങനെ ജാനോട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ടെൻഷനായി. നീ സിയുടെ അനിയത്തെ കാണാൻ വന്നതല്ലേ, നീ ആ വാച്ച്മാനോട് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ അറിയാടാ, വെയിറ്റ് ചെയ്യും ഞാൻ അവളെ വരാൻ പറയാം എന്നിന് അവൻ അവിടെ ആക്കിയിട്ട് നമ്മുടെ ജാൻ നേരെ സി അവിടെ കണ്ടുപിടിച്ച് അവളെ നോക്കാൻ പോകും. അപ്പോഴാണ് സിയും ടെൻഷനി എടി പെട്ടെന്ന് വിഗൊക്കെ ഇട്, അവൻ എന്റെ അനിയത്തെ കണ്ടിട്ടേ പോകത്തുള്ളെന്ന്, ഞാൻ ഇപ്പൊ തന്നെ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണം എന്നിനെ ജാന്റെ വിഗും ഡ്രസ് എല്ലാം വാങ്ങിച്ച് നമ്മുടെ സി ഒരു പെണ്ണായിട്ട് അവന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ സിയെ പെൺവേഷത്ത് കണ്ടതോടെ നമ്മുടെ സോങ് മൊത്തത്തിൽ സ്റ്റണ്ണായി പോകും. അതായത് അളിയന് ഫസ്റ്റ് സൈറ്റ് ലവ്. അങ്ങനെ അവനും നാണിച്ചോണ്ട് മോളെ ഞാൻ നിന്റെ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അവൻ നിന്നെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിനക്ക് വേണ്ടി കുറച്ച് സീ ഫുഡ്സ് കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നീ വെച്ചോ എന്നിന് അവളുടെ കൊടുക്കും. അപ്പോഴാണ് സിയും എന്റെ ചേട്ടൻ നിങ്ങളെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളല്ലേ സോങ്, പക്ഷെ സോറി എനിക്കിപ്പോ ക്ലാസ്സിന് സമയമായി, അകത്ത് കയറില്ലേ സാർ എനിക്ക് പണിഷ്മെന്റ് തരും എന്നിന് അവള് പറയുമ്പോഴാണ് ഇത് കേട്ട് സോങ് വീണ്ടും നാണിച്ചോണ്ട് ആദ്യം പഠിത്തോ ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം നീ പോയിക്കോ എന്നതിന് നമ്മുടെ സിയെ പറഞ്ഞേക്കും. അതിനുശേഷം നമ്മുടെ സോങ്ങും അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയി അവനും തിരിച്ച് നടക്കുമ്പോഴാണ് സി പഴയതുപോലെ ആൺവേഷിട്ട് അടുത്തേക്ക് വന്നിട്ട് എടാ ഞാൻ വയറുവാനായിട്ട് ടോയ്ലറ്റിൽ പോയതാ, അതിനുമ്പ് നീ അവിടെ പോയി എന്നിന് അവളും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ടവനും ഡാടാടാ നീ മിണ്ടായിരി, നിന്റെ അനിയത്തിയെ കുറിച്ച് നീ എന്തോ പറഞ്ഞ, കാണാൻ നിന്നെ പോലെ ലുക്ക് എന്നല്ല, സത്യത്തിൽ അങ്ങനെയല്ല, അവളെ കാണാൻ ഒരു ഏഞ്ചലിനെ പോലെ, നീയൊക്കെ അവളുടെ അടുത്ത് പോലെ എത്തത്തില്ല എന്നതിനെ നമ്മുടെ സിയെ കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് അവള് മനസ്സ് വിചാരിക്കുന്നത് എടാ മണ്ട രണ്ടുപേരും ഞാൻ തന്നെയാടാ, ഇനിയിപ്പോ പെൺവേഷത്തിൽ കണ്ടോണ്ട് ഇവനെന്നെ ഇഷ്ടപ്പെട്ടോ എന്നിന് അവളൊരു കൺഫ്യൂസി നമ്മുടെ സോങ്ങിന്റെ കൂടെ തിരിച്ച് മിലിറ്ററി അക്കാഡമി ചെല്ലും. അപ്പോഴാണ് അവിടെയുള്ള പയ്യന്മാരെല്ലാം പറയുന്നത് ഗൈസ് ഇനി തൊട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ മോൻ ഗു ഇവിടേക്ക് പഠിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവന്റെ അച്ഛൻ അവനിപ്പൊ വീട്ടിൽ അടച്ചിട്ടേക്കുക എന്നിന് അവന്മാരെല്ലാം പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ സിയും തിരിച്ച് അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഗൂഢ പ്ലേസ് കണ്ട് അവനെ മിസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ സിയും കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുമ്പോഴാണ് ആരോ ഒരാള് ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നത്.